പൂട്ടില്ലാത്ത വാതിലുകളും താക്കോലില്ലാത്ത പൂട്ടുകളും 24 മണിക്കൂറും വായനയ്ക്കായി തുറന്നിട്ടിരിക്കുകയാണ് ഒരു ലൈബ്രറി. ചിറ്റാരിപ്പറമ്പിലെ മലയാളം ഓപ്പൺ ലൈബ്രറിയിൽ കാവലാകുന്നത് താഴും താക്കോലുമല്ല, വായനക്കാരിലുള്ള വിശ്വാസമാണ്. ഏത് സമയത്തും കടന്നുവരാം, ഇഷ്ടമുള്ള പുസ്തകം തിരഞ്ഞെടുക്കാം. വ്യത്യസ്തമായ ഈ വായനശാലയെക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം. അംഗത്വ ഫീസോ മറ്റ് നിബന്ധനകളോ ഇവിടെയില്ല. പുസ്തകമെടുത്ത് രജിസ്റ്ററിൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയാൽ മാത്രം മതി. 2 ആഴ്ചത്തെ വായനയ്ക്ക് ശേഷം പുസ്തകം തിരികെ വച്ച് തീയതിയും കുറിച്ച് മടങ്ങാം. 2022 ജനുവരി 2 ഈ തുറന്ന ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രതിദിനം 20-ലധികം പേരാണ് ഇവിടെ എത്തുന്നത്. 3500ഓളം പുസ്തകങ്ങളുടെ ശേഖരവും ഈ ലൈബ്രറിയിലുണ്ട്. സർവകലാശാല പയ്യന്നൂർ കേന്ദ്രം മലയാളം വിഭാഗം തലവൻ ഡോക്ടർ കുമാരൻ വയലേരിയുടേതാണ് ഓപ്പൺ ലൈബ്രറി എന്ന ഈ ആശയം. മലയാളം ഓപ്പൺ ലൈബ്രറി എന്ന പേരിലൊരു ലൈബ്രറി 2022 ജനുവരി 2 ഉദ്ഘാടനം ചെയ്തത്. അന്ന് അപ്പുറത്തുണ്ടായിരുന്ന ചെറിയൊരു റൂമിലായിരുന്നു തുടങ്ങിയത്. പിന്നീട് ഇത് ഒരു വർഷത്തോളമായി ഈ വലിയൊരു ഹാളിലേക്ക് മാറ്റിയിട്ട്. തുടക്കം ഒരു 700 പുസ്തകത്തോടു കൂടിയാണ് തുടങ്ങിയത്. ഇപ്പോൾ 3500 പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ നമ്മുടെ ജില്ലാ അഭ്യുദയകാംക്ഷികളും പുസ്തകപ്രേമികളുമായ ആളുകൾ സംഭാവന ചെയ്തതാണ്. പിന്നെ പുസ്തകം സമാഹരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും നമ്മൾ പുസ്തക പയറ്റ് നടത്താറുണ്ട്. അപ്പോൾ ആ തരത്തിൽ പുസ്തക പയറ്റിലൂടെയും അല്ലാതെയും ഒക്കെ കിട്ടിയ പുസ്തകങ്ങളാണ് ഈ ലൈബ്രറിയിൽ ഇപ്പോൾ ഉള്ളത്. 3500ഓളം പുസ്തകങ്ങൾ. സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രം കൂടിയായ മലയാളം ഓപ്പൺ ലൈബ്രറി പാട്ടുകൂട്ടവും പുസ്തക ചർച്ചയുമായി വൈകുന്നേരങ്ങളും ഒഴിവ് ദിവസങ്ങളും ഒത്തുചേരലുകളുടെ ആഘോഷങ്ങളാണ് ഇവിടെ. മണിത്തുമ്പ പൂക്കുത്തരി മുറത്തിലിട്ട് കൊഴിക്കുമ്പോൾ മുത്തശ്ശിക്കൊരു മൂളിപ്പാട്ട് തുളസി വെറ്റില കൊട്ടടക്ക പൊകല ചുണ്ണാമ്പ് ചവചവക്കണ മുത്തശ്ശിക്കൊരു മൂളിപ്പാട്ട്. വനിതാ ഫോറം, സ്റ്റുഡൻസ് വിംഗ് എന്നിവയ്ക്കൊപ്പം സ്വന്തമായി ഒരു പബ്ലിക്കേഷൻ വിഭാഗവും ലൈബ്രറിക്കുണ്ട്. നമ്മുടെ ലൈബ്രറി സാംസ്കാരിക മേഖലയിൽ ഒരുപാട് പരിപാടികളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വർഷം തന്നെ 50-ലേറെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഓൺലൈൻ പുസ്തക പരിചയം എന്ന രീതിയിലുള്ള ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസം. അത് കേരളത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാർക്ക് പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടിയാണ്. അതുപോലെ പാട്ട് പാടുന്നവർക്ക് മത്സരം എല്ലാ മാസവും ഒരു ദിവസം സ്വരതാരം എന്ന രീതിയിൽ ഒരു മത്സരം നടത്തുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട്. ഇതൊരു ജനകീയ കൂട്ടായ്മയാണ്. ഇപ്പോൾ സെക്രട്ടറിയും പ്രസിഡന്റും മാത്രമല്ല, കുമാരമാഷ് തുടങ്ങി വെച്ചെങ്കിലും ഇപ്പോൾ അതിനുശേഷം ഒരുപാട് ഇവിടെയുള്ള റിട്ടയർഡ് അധ്യാപകന്മാരും ഒരുപാട് ഇവിടെയുള്ള നാട്ടുകാരും എല്ലാവരും സഹകരിച്ചുകൊണ്ടുള്ള നല്ലൊരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. നമ്മൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഉള്ള പരിശ്രമത്തിലാണ്. സായാഹ്ന സദസ്സുകൾ, മഴയാത്ര, പഠനയാത്ര, വയോജനയാത്ര എന്നിങ്ങനെ നാടിനെ ഒന്നാകെ വായനയിലേക്കും കൂട്ടായ്മയിലേക്കും അടുപ്പിക്കുകയാണ് ഈ കുഞ്ഞു ഗ്രന്ഥശാല. വിനോദ് തൊടിക്കളവും MV ജയരാജൻ മുടപ്പന്തൂരും നേതൃത്വം നൽകുന്ന ഭരണസമിതിക്ക് കീഴിൽ വായനയുടെ പുതിയൊരു മാതൃക തീർക്കുകയാണ് ചിറ്റാരിപ്പറമ്പിലെ ഈ ഓപ്പൺ ലൈബ്രറി. അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മുന്നിൽ അതിരുകളോ പൂട്ടുകളോ വേണമെന്നില്ലെന്ന് തെളിയിക്കുകയാണ് ചിറ്റാരിപ്പറമ്പുകാർ. വിശ്വാസത്തിന്റെ താക്കോൽ കൊണ്ട് തുറന്ന ഈ അക്ഷരപ്പുര ഏവർക്കും മാതൃകയാണ്. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.